പുതിയ സീസണിലെ ആദ്യ മത്സരം വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ നോട്ടുക. ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യ മത്സരം വിജയത്തോടെ തുടങ്ങി. രാജസ്ഥാൻ യുണൈറ്റഡ് ഐ ലീഗ് ക്ലബ്ബുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം നടന്നിരുന്നത്. ഇന്ന് വൈകിട്ട് 4:30 മത്സരം നടന്നത്. മത്സരം അവസാനിച്ചത് 6:30 ആയപ്പോഴൊക്കെയാണ്. മത്സരത്തിന് ശേഷം ചെറിയൊരു അടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ മത്സരം അവസാനിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ബ്ലൂ കിറ്റിലായിരുന്നു, അവേ കിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അവർ പിങ്ക് നിറത്തിലുള്ള കിറ്റിലായിരുന്നു ഇറങ്ങിയത്. ഫസ്റ്റ് ഹാഫിൽ ഗോൾ ചെയ്ത് സമനിലയായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് 87-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഗോൾ വന്നത്. പുതിയ സ്ട്രൈക്കറായിട്ടുള്ള ഒബിയറ്റോയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ സ്വന്തമാക്കിയത്. ഹെഡർ വഴിയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് നമ്മൾ പ്രതീക്ഷിച്ച് പോയൊരു മത്സരം കാഴ്ചവെച്ചിട്ടില്ല. ടീം ഒന്ന് തിളങ്ങി വരുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. ടീമിൻ്റെ പുതിയ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ മത്സരമാണ്. അപ്പം ഒരു മേജർ മത്സരമാണ്. അപ്പോൾ അതിനകത്ത് പല ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റി എടുക്കേണ്ടത് തന്നെയാണ്. പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. രാജസ്ഥാൻ പോലുള്ള ഒരു ഐ ലീഗ് ക്ലബിനോട് 9 പേരുമായി റെഡ് കാർഡ് കണ്ട്, ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കാർഡ് കണ്ട് 9 പേരുമായി ചുരുങ്ങിയ രാജസ്ഥാനെ 87 മിനിറ്റ് വരെ ഗോൾ ചെയ്ത സമനിലയിൽ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി അത്രയും മോശമായിട്ടുണ്ട് എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഗോൾ വഴങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഗോൾ അടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. 3-4 അവസരങ്ങൾ, അതിൽ 2 ക്രോസ് ബാറിനും 1 ഗോൾ ലൈൻ സേവ്, ഗോളിനെയും മറികടന്ന് ഒബിയറ്റോ തന്നെ അടിച്ച് ഗോളിയെയും മറികടന്ന് പോയ ബോൾ ഒരു ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് കളയുന്ന ഒരു ഗോൾ ലൈൻ സേവാണ് കണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു 4 ഗോളിന് ജയിക്കേണ്ട മത്സരം തന്നെയായിരുന്നു. പിച്ചും വളരെ ദയനീയകരം തന്നെയായിരുന്നു, എടുത്തു പറയേണ്ടത് തന്നെയാണ്. കണ്ടിന്യൂസ് മത്സരങ്ങൾ വരുന്നതായിരിക്കണം ഒരേ പിച്ച് മത്സരം വരുന്നതുകൊണ്ടായിരിക്കണം പിച്ചിൻ്റെ അവസ്ഥ ഇത്രയും ദയനീയകരമായത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് 1 ഗോളിന് വിജയിക്കാൻ സാധിച്ചു ആദ്യ മത്സരം പുതിയ സീസണിൽ. ഇനിയുള്ള മത്സരങ്ങൾ ശക്തരായിട്ടുള്ള സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി, മുംബൈ സിറ്റിക്കെതിരെയാണ്. അപ്പം മികച്ച കളി കാഴ്ചവെച്ചാൽ മാത്രമാണ് അവരോട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മുംബൈ സിറ്റിയൊക്കെ മെയിൻ ടീമിൽ തന്നെ വെച്ചാണ് ഇറങ്ങുന്നത്. അപ്പം അടുത്ത മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.